ഇപ്പം എന്നോട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കണ്ടേ, നിങ്ങളെ മകൻ്റെ കുട്ടിയെ കാണണ്ടേ, എത്ര ആൾക്കാർ ചോദിച്ചു. ചിലവർക്കാണ് അയ്യോ ഹോമിയാണ്, ഇതെങ്ങനെ, ഇതൊന്നും മാറില്ലല്ലോ, നിങ്ങൾ എന്താ റേഡിയേഷനും കീമോ ഒക്കെ പോവാതിരുന്നാണ്. ഞാൻ പറഞ്ഞത് അപ്പോഴും എന്താ, ഇനിയാണ് ഞാൻ എൻ്റെ കുട്ടീനെ പേരക്കുട്ടികളെയും കാണാനൊക്കെ ഇരിക്കാം. എൻ്റെ പേര് വനജ. ഞാൻ പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ താമസം. അപ്പോൾ ഇവിടെ DTP വർക്കും അക്ഷയയിൽ ആധാർ ഓപ്പറേറ്ററായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്നു. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോൾ അവർ ഞങ്ങൾക്ക് FNACക്ക് എഴുതി തന്നു. FNAC ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഒന്നും കണ്ടില്ല. അവർക്ക് ഒരു ഡൗട്ടും ഇല്ല, അങ്ങനെ ഒരു പേടിക്കാനൊന്നുമില്ല, പോയിക്കോളൂ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ഇത് തോന്നില്ല, എന്തോടെ ബ്ലീഡിങ് വന്നേന്ന് എന്തെങ്കിലും ഒരു കാരണം എങ്ങനെ ഇല്ലാതിരിക്കില്ല. പിന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വാപ്പ് പറഞ്ഞിട്ടൊരു പുതിയ മെഷീൻ വന്നിരുന്നു. അത് വെച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്തു. അയച്ചു കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ഇതാണെന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എനിക്കറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ ഫസ്റ്റ് അവർ പറയണ റേഡിയേഷനും കീമോ ആവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് റേഡിയേഷനും കീമോയും രണ്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കീമോയും ഇതും വേണ്ട, അത് അവൾ ഫസ്റ്റിലേ പറഞ്ഞു, അത് ചെയ്യില്ല, കീമോ ചെയ്യില്ല, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാനാണ് പറഞ്ഞത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞു നടക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിലും പിന്നെ കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ SKCCRനെ പറ്റിയിട്ട് പറഞ്ഞു. ഞങ്ങൾ SKCCRൽ വിളിക്കുന്നതും ശരിക്കും ഡോക്ടറെ ബുക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഡോക്ടറെ കാണാനല്ല, സമയത്ത് പേഷ്യൻസിനെ കാണാനാണ്. അവരിൽ നിന്ന് നമുക്ക് അവരുടെ റിസൾട്ട് എടുക്കാൻ പറ്റും. 99% പോസിറ്റീവ് റിസൾട്ട്സ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സർജറി ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ യദുകൃഷ്ണ സാറിൻ്റെ അടുത്ത് പോയത്. സാറിനെ ആയിട്ട് നേരിട്ട് കണ്ടു. സർജറി പോലും വേണ്ടെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. എനിക്ക് സർജറി വേണ്ട, പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, ഒരു നിർബന്ധവും ഡോക്ടർ ഒന്നിനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ ഒരു തീരുമാനം എൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണ്. ഹസ്ബൻഡിനോട് ഞാനാ പറഞ്ഞത് എനിക്ക് റേഡിയേഷൻ വേണ്ട, കീമോ വേണ്ട. പക്ഷേ സർജറി ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ സർജറിക്ക് പോയി. സർജറി കഴിഞ്ഞിട്ട് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. മെയിൻ റേഡിയേഷനും കീമോ ദേഹത്ത് ചെയ്താൽ പിന്നെ അവർ ആക്റ്റീവ് ആവില്ല. എന്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കണ വരെ നമ്മൾ എപ്പോഴും ആക്റ്റീവായിരിക്കണം, എന്തിലും എൻഗേജ് ആയിരിക്കണം മെയിൻ. എന്തുകൊണ്ട് നമ്മളെപ്പോഴും ബിസി ആയിരിക്കണം. മറ്റേ നമ്മൾ കടുപ്പ് രോഗിയായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങൾ നമ്മളെ നോക്കിയിട്ട് അവർ വിഷമിച്ചിരിക്കുക, നമ്മൾ വേദനിച്ച് കിടക്കുക. ഒരു സുഖമല്ലല്ലോ, വീട്ടിലൊരു സുഖമുണ്ടോ? ഇല്ല. ഇപ്പം എന്ത് രസമല്ലേ. എനിക്ക് ഡോക്ടറെ നല്ല മനസ്സോടെ നല്ല തൃപ്തിയാണ്. ഇനി ഞാൻ എന്നൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട പറഞ്ഞാലും 3 മാസത്തിൽ സാറിനെ പോയിട്ട് കണ്ടുവരും, അത് ഉറപ്പാണ്. നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് നമ്മളെ അസുഖത്തിന് പകുതിക്ക് പകുതി മാറ്റിക്കണം. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് നടക്കണു. രാവിലെ ആവണോ എല്ലാവരും ജോലിക്ക് പോകണു, വൈകുന്നേരം ആകുമ്പോൾ രാത്രി ഒരു 11 മണിക്ക് എല്ലാവരും കൂടും. അത് രസം അല്ലേ?